ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പെപ്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ്. നിങ്ങൾ ഈ കാണുന്ന കുരുമുളകിൻ്റെ പേരാണ് ഒരടിയൻ എന്ന് പറയുന്ന കുരുമുളക്. ഇത് തിരി ഉണ്ടായിട്ട് വന്നിട്ടേ ഉള്ളൂ. നല്ല നീളമുള്ള തിരികളാണ് ഇതിൽ. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. നല്ല മണികളൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റിക്കുരുമുളകിനെ കുറിച്ചാണ്. കുറ്റിക്കുരുമുളക് ഇതുപോലെ സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും അതുപോലെ ഒരു കുറ്റിക്കുരുമുളകിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വീണ്ടും വീണ്ടും കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. 365 ദിവസവും നമുക്ക് കുരുമുളക് ലഭിക്കുമെന്നതുകൊണ്ട് ഇപ്പോൾ കുറ്റിക്കുരുമുളക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. പക്ഷേ അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ഈൽഡ് കിട്ടാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തഴച്ച് വളരാനും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ കുറ്റിക്കുരുമുളക് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇവിടെ ചെയ്യുന്ന കൃഷി രീതി എന്ന് പറയുന്നത് ഒറ്റ ഗ്രാഫ്റ്റിങ്ങിലുള്ള കൃഷിയും അതുപോലെ ഇത് കെട്ടിക്കൊടുക്കുന്നത് വ്യത്യസ്തത കൊണ്ടൊക്കെയാണ് ഈ കുരുമുളകൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഫുൾ ജൈവപരമായിട്ടുള്ള ഒരു ഫുഡാണ് കൊടുക്കുന്നത്. ഈ കുറ്റിക്കുരുമുളകിനായാലും വള്ളിക്കുരുമുളകിനായാലും രാസവളങ്ങളൊന്നും ഇവിടുത്തെ കുരുമുളകിനൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കാറില്ല. എല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന ജൈവപരമായിട്ട് ഉണ്ടാക്കുന്ന വളങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കുറ്റിക്കുരുമുളകിൽ നിന്ന് തന്നെ നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്, പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കുറ്റിക്കുരുമുളക് വീട്ടിലുണ്ടായാൽ മതി. അതിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും നമുക്കൊന്ന് അതൊന്ന് കാണാം. കുറ്റിക്കുരുമുളകാണെങ്കിലും വള്ളിക്കുരുമുളകാണെങ്കിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് കൊളുബ്രീനാണ്. ഈ ഒരു കൊളുബ്രീനം നമ്മൾ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് ദിവസം നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഒരു 20 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് നല്ല വേരുകൾ വരും. അപ്പോൾ അത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ പൊട്ടിംഗ് മിക്സ് നിറച്ചിട്ടുള്ള 5-7 കവറിലേക്ക് നമ്മൾ മാറ്റി നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഏകദേശം നല്ല രീതിയിൽ തഴച്ച് വളർന്നിട്ടുണ്ടാവും. അതിൽ നിന്നും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു വർഷമായത് 8 മാസമായാലും 2 മാസമായാലും 3 മാസമായാലും കന്നികൾ ഉണ്ടെങ്കിൽ എപ്പോൾ ആണ് എടുത്ത് ചെയ്യാം ഉണ്ടായത്. വള്ളിക്കുരുമുളക് എന്നാണ് നമ്മളിങ്ങനെ എടുക്കുന്നതെങ്കിൽ 8 വർഷമൊന്നും വേണ്ടി വരില്ലല്ലോ, അതിന് മുന്നേ എടുക്കാമല്ലോ അല്ലേ? ഇതിപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇതാ കണ്ടോ, ഇങ്ങനെ ശിഖരങ്ങളുള്ളതാണ് എടുക്കുക. ഇങ്ങനെ ശിഖരങ്ങളുള്ള ഇതിന് നമ്മൾ ഇങ്ങനെ ഇല കട്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറ്റിക്കുരുമുളക് ഇഷ്ടം പോലെ പിന്നെ വീണ്ടും വീണ്ടും കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വഴി. അല്ലാതെ നമ്മൾ ഈ തിപ്പല്ലിയിലല്ലാണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. പക്ഷെ അത് നമുക്ക് മഴ അധികം കൊള്ളിക്കാത്ത രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കാലം എടുക്കുള്ളൂ. അത് ഇത്ര ഈ തിപ്പല്ലിയിൽ നിൽക്കുന്ന പോലെ നിൽക്കില്ല. അത് പെട്ടെന്ന് ചീച്ചിൽ വരാൻ സാധ്യത, വെള്ളം അധികം ആയി കഴിഞ്ഞാൽ അതിന് ചീച്ചിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തിപ്പല്ലിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് മാറ്റി വെക്കും. ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. ഇതിന് നമ്മൾ ഈ മോഡൽ ഇതാണ് എളുപ്പം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ വിജയിച്ച് കാണുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കീറുക. ഈ ഇലകളൊക്കെ നമ്മൾ പകുതിയാക്കിയിട്ട് മുറിച്ചു കൊടുക്കണം. മുറിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ നടാൻ പറ്റുള്ളൂ. നമ്മൾ ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് കെട്ടിക്കൊടുക്കാൻ പോവാണ്.
അതെ ഈ കണ്ടീഷനിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെറിയ പൊടിപ്പും തിരിയും വരുമ്പോൾ തന്നെ നമ്മൾ ഈ കവറിൽ നിന്ന് 6-8 കവറിലേക്ക് മാറ്റണം ഫുഡ്. അപ്പോൾ തന്നെ ഇതിൽ ഏകദേശം ഫുഡ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അധികം വളർച്ച കിട്ടില്ല. അപ്പോൾ അടുത്ത 6-8 കവറിലേക്ക് ഇത് മാറ്റി പോട്ടിംഗ് മിക്സർ നിറച്ച് കഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർച്ച കിട്ടും. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് തണലത്തോട്ട് മാറ്റി വെക്കണം. മഴ ആണെങ്കിൽ ചെറിയ തണലുള്ളിടത്തേക്ക് വെക്കണം. വേനൽക്കാലാണെങ്കിൽ നല്ല തണലിലോട്ട്. വേനൽക്കാലാണെങ്കിൽ നനച്ചു കൊടുക്കണം. രാവിലെ വൈകിട്ട് നനച്ചു കൊടുക്കണം. മഴക്കാലാണെങ്കിൽ നനയ്ക്കേണ്ട ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വള്ളിക്കുരുമുളക് നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ ശിഖരങ്ങൾ കടിക്കുക, ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ശിഖരങ്ങൾ, ഇങ്ങനെ 2 കണ്ണികളുള്ള ഒന്നുമ്പോൾ തന്നെ 2 ഇതേപോലത്തെ, അതായത് ഇതേപോലത്തെ കണ്ണികൾ എടുക്കുക. ഈ സൈഡിലേക്ക് ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്ന ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്ന ഇതേ മൂപ്പിന്, ഈ മൂപ്പ് കുറയും ചെയ്ത് ഇളം ആകാനും പാടില്ല, മൂപ്പ് ഓവർ ആകാനും പാടില്ല. ഈ മൂപ്പ് അതായത് ഈ പിന്നെ കിളിപ്പച്ച ഇലകൾക്ക് കിളിപ്പച്ച അല്ല തണ്ടുകൾക്ക് കിളിപ്പച്ച, ഇത് ഈ ഇതില് എന്നാലും നമുക്ക് ശരിയായ രീതിയിൽ പിടിച്ചു കിട്ടുള്ളൂ. ഈ ഒരു കളറുള്ള ഈ തന്നെ മുളക് ഉണ്ടാവുക എന്നൊക്കെ എന്നുള്ളത് ഈ ചോലൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഈ കുരുമുളകൊക്കെ വന്നിട്ടുള്ളത്. ഈ പിന്നെ കരിയില കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? കൂടുതൽ കരികളൊക്കെ അങ്ങനെ തന്നെ അടിഞ്ഞു നിന്നാലും ഒരു പ്രശ്നമില്ല. ഇതും വരെ അവിടെ നിൽക്കല്ലോ, ഇത് അഴുകി പോവല്ലേ. കരിയില ഒരു മഴ കൊണ്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അഴുകി പോകും. ഇത് അവിടെ ഉണക്കായിട്ട് അവിടെ നിൽക്കില്ല. കൂടുതൽ കാർബൺ ആയിട്ടുണ്ടെങ്കിൽ ഇല്ലല്ല, ഒരു കുഴപ്പമില്ല. കരിയില ഇനി എത്ര ആയിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കരിയിലൊക്കെ കൂട്ടുന്നത് നമ്മൾ മഴക്കാലത്തെ മുന്നേ ഇത് ചെയ്തിരിക്കണം. മഴക്കാലത്ത് കൊണ്ടുപോയിട്ട് കുറെ കരിയിലിട്ട് കൂട്ടിയാലും അതിൽ വെള്ളം നിന്ന് ചീച്ചിൽ വരാൻ സാധ്യതയാണ്. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ നമ്മൾ ചെയ്യാം. മഴ തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ കരിയിലൊക്കെ കൂട്ടി ശരിയാക്കണം. മഴ പോക്കിനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. കരിയില കൂട്ടുന്നൊക്കെ മഴ പോക്കിന് ചെയ്താൽ നമുക്ക് മഴ തുടക്കത്തിൽ ഇത് പൊടിഞ്ഞ് റെഡി ആവുകയുള്ളൂ, കണ്ടീഷനാവും. അപ്പോൾ വേറൊന്നും പിന്നെ ചെയ്യണ്ട. പിന്നെ അടുത്ത മഴ പോകുന്ന പോക്കിനാണ് ഈ കരിയില ഇടേണ്ടത്. അതുപോലെ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് സമയമുണ്ടോ? പ്രത്യേകം ചെയ്യണം അങ്ങനെ ഉണ്ടോ? ഇല്ലില്ല, തണുപ്പും നമ്മളെ കൊടുക്കുന്ന വെള്ളത്തിൻ്റെയും തോത് എപ്പോഴാണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യാം. അതിനൊരു വിഷയങ്ങളില്ല. അപ്പോൾ ഈ വേനൽക്കാലത്ത് ചെയ്യുന്നത് നല്ല പിന്നെ നെറ്റൊക്കെ കെട്ടി നല്ല തണലത്ത് വെച്ചിട്ട് രാവിലെയും വൈകിട്ടും നനച്ചു കൊടുത്താൽ മതി. സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് നടുന്ന നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ല, അത് വിഷുവിൻ്റെ പിന്നെ ഒരാഴ്ച മുന്നേ വിഷുവിൻ്റെ അന്നും വിഷു കഴിഞ്ഞതിൻ്റെ ശേഷം അത് നമ്മൾ മുറിച്ചിടുന്ന വള്ളികൾ കറക്റ്റ് 5 എണ്ണം ഇട്ടാലും 5 എണ്ണം പിടിച്ചിരിക്കും. എത്ര വള്ളികൾ ഇട്ടാലും പിടിക്കും. 7 വരെ കുരുമുളകിൻ്റെ അടിയിൽ നിന്ന് പൊട്ടി മുളച്ചതാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ മുകളിലോട്ട് തന്നെ വിടുകയാണ്. ഇതിൻ്റെ കരുത്ത് കണ്ടോ? ഇതിന്മേൽ തന്നെ എക്സ്ട്രീം വരുന്നത് അതുണ്ടോ? നല്ല ആരോഗ്യമുള്ള കുരുമുളകാണെങ്കിൽ ഇതേ കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പോൾ തിരി വരുന്നുള്ളൂ, സ്റ്റാർട്ടിങ് ആകണുള്ളൂ. ഇപ്പോൾ നമ്മൾ തിരി ഇടാൻ തുടങ്ങുന്നുള്ളൂ. 7 വരെ 7 വരെ ഇപ്പോൾ തിരി ആകുന്നുള്ളൂ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വള്ളി കൊണ്ട് കെട്ടി കൊടുത്താൽ മതി. നമ്മൾ ഈ കാരണം ഉപയോഗിക്കാം. നമ്മളിപ്പോൾ എപ്പോഴും നോക്കുന്നല്ലേ, നമ്മളിപ്പോൾ വന്നിട്ട് ലൂസാക്കും, ചിലപ്പോൾ കയറ്റി കെട്ടും. ഇതുകൊണ്ട് തന്നെ അത് ഒരാഴ്ചയിൽ 3-4 പ്രാവശ്യത്തെ വള്ളിത്തോട്ടത്തിൽ ഈ തോട്ടത്തിലെത്തും. കുരുമുളകിനെ നോക്കി പരിപാലിക്കും. അപ്പോഴാണ് ഇതിൻ്റെ എന്താണ് സംഭവം, ഏതാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. തിപ്പല്ലിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വർഷം ആയിട്ടുള്ളത്. ഇവിടുത്തെ കൃഷിയും കൃഷിരീതികളൊക്കെ കാണുമ്പോൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ഇവിടെ നഴ്സറി ഉണ്ടോ അല്ലെങ്കിൽ ഫാം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു കൃഷിയും കൃഷിത്തോട്ടവുമാണ്. മുഹമ്മദ് അലി കണ്ടെത്തിയ പുതിയ ഇനം കുരുമുളകുകളും കാപ്പികളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ കുരുമുളകിലായാലും കാപ്പിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വിളവ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് ഇവിടുത്തെ രീതികൾ തന്നെയാണ് നിങ്ങളിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക.
അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.